ഗുഡ് മോർണിംഗ്. ലൈംഗിക പീഡന ആരോപണത്തിൽ അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. രാഹുലിനുള്ള കുരുക്കുകൾ കൂടുതൽ മുറുകുകയാണ്. ഇനി നിയമ പോരാട്ടമാണ്. മുൻകൂർ ജാമ്യത്തിലേക്കുൾപ്പെടെ രാഹുൽ നീങ്ങിക്കഴിഞ്ഞു. രാഹുലിന്റെ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നു. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും പ്രതികരണവും ഒക്കെ തന്നെയാണ് കൂടുതലായി പ്രതീക്ഷിക്കുന്നത്. ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുകയാണ്. നോക്കാം തലക്കെട്ടുകൾ. ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ്. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യം തേടി രാഹുൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അച്ചടക്ക നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാട് നിർണായകം. കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയ നേതാക്കളുമായി നേതൃത്വം നേരിട്ട് ചർച്ച നടത്തും. ഉടൻ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറില്ല എന്ന നിലപാടിൽ ഉറച്ച സിദ്ധരാമയ്യ. ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ ധാരണ പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ശിവകുമാർ പക്ഷം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പശ്ചിമബംഗാളിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ചർച്ച നടത്തും. ചർച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. പരിഗണിക്കുന്നത് പ്രതികൾക്ക് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി. R ചന്ദ്രശേഖരനെയും KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ തെളിവില്ലെന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ലെന്നും ഹൈക്കോടതിയിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം. US വൈറ്റ് ഹൌസിന് സമീപത്തെ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥ മരിച്ചു. ഒരു സൈനികന്റെ നില അതീവ ഗുരുതരം. കടുത്ത നടപടികളുമായി ട്രംപ് ഭരണകൂടം. അഫ്ഗാൻ ഉൾപ്പെടെ 19 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നൽകിയ ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കും. അഫ്ഗാനിൽ നിന്നുള്ള കുടിയേറ്റ അപേക്ഷകൾ പരിഗണിക്കില്ലെന്ന് ട്രംപ്. ഈ പ്രഭാതം തുടങ്ങുന്നത് തന്നെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു എന്നുള്ള വാർത്തയുമായാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതേസമയം മുൻകൂർ ജാമ്യത്തിന് രാഹുൽ നീക്കം തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആതിരയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആതിര, ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്നത് ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ്. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് അന്വേഷണത്തിന്റെ ആ ഒരു പുരോഗതി? മായ, ഏറ്റവും ഒടുവിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ അതിജീവിത ഇത്തരത്തിൽ പരാതി കൈമാറുന്നത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കൈമാറിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകുന്നത്. അതിനുശേഷം റൂറൽ SPയുടെ നേതൃത്വത്തിൽ അതിജീവിതയുടെ മൊഴിയെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. ഇന്നിപ്പോൾ ഈ നിമിഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. വലിയമല പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും. പക്ഷേ അപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക. ഗുരുതരമായ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പോലീസ് ഏതായാലും ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഈ അതിജീവിതയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ ശേഖരിക്കാൻ കോടതിയിൽ പോലീസ് അന്വേഷണ സംഘം അപേക്ഷ നൽകാൻ ഉൾപ്പെടെ ഒരുങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളതാണ്. ഈ അറസ്റ്റിലേക്കൊക്കെ നീങ്ങാനുള്ളൊരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഉള്ളത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മുതൽ തന്നെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഈ പാലക്കാടുള്ള MLA ഓഫീസൊക്കെ പൂട്ടിയ നിലയിലായിരുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും തന്റെ സാമൂഹ്യ മാധ്യമത്തിൽ 2 പോസ്റ്റ് ഇട്ടിരുന്നു. ഇത്തരത്തിൽ സത്യം ജയിക്കും എന്ന തരത്തിലുള്ള പോസ്റ്റ് ഇട്ടതിനു ശേഷം യാതൊരു തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നോ എന്താണെന്നോ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. കോയമ്പത്തൂരും പാലക്കാടും തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് പോലീസ് ശക്തമായ ഒരു അന്വേഷണമൊക്കെ തന്നെ നിലവിൽ നടത്തിവരികയാണ് രാഹുലിനെ കണ്ടെത്താനായിട്ട്. അതുപോലെ തന്നെ ഈ മുൻകൂർ ജാമ്യത്തിന് രാഹുൽ നീക്കം തുടങ്ങിയെന്ന കാര്യമാണ് നിലവിൽ ലഭിക്കുന്നത്. കൊച്ചിയിൽ ഇത്തരത്തിൽ അഭിഭാഷകനുമായി ചർച്ച നടത്തിയതായും വിവരമുണ്ട്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലോ
ഹൈക്കോടതിയിലോ ഈ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കാനുള്ള നീക്കമാണ് നേരത്തെ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നത്. ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകളിലാവും അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പ്രതികരണങ്ങളും ഒക്കെ തന്നെ നമുക്ക് ലഭ്യമാകുക. ഏതായാലും ഇന്നലെയാണ് അതിജീവിത ഇത്തരത്തിൽ പരാതി നൽകുന്നത്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുകയാണ്. ഇത് തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനുൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ്. ആതിര, കേസെടുത്തിരിക്കുന്നു, എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിജീവിതയുടെ മൊഴി ഇന്നലെ തന്നെ രേഖപ്പെടുത്തി. രാഹുലാകട്ടെ നേരത്തെ തന്നെ ഇന്നലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ മൊഴിയെടുപ്പ് ഒപ്പം അറസ്റ്റിനുള്ള ഒരു സാധ്യത അതൊക്കെ എത്രത്തോളമുണ്ട്? ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ രാഹുലിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇന്നലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഈ അതിജീവിത ഈ പരാതിക്കൊപ്പം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെളിവുകളുടെ വാട്സപ്പ് സന്ദേശങ്ങളും കോൾ റെക്കോർഡിംഗ്സും ഉൾപ്പെടെ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതിലൊക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് വെളിവാക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ മെഡിക്കൽ തെളിവുകൾ ഉൾപ്പെടെ അതിജീവിത നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇന്നലെ നടന്ന മൊഴിയെടുപ്പിൽ മെഡിക്കൽ തെളിവുകളും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് അതിജീവിത നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ നിലവിൽ കേസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അറസ്റ്റിലേക്കൊക്കെ തന്നെ കടക്കാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത്. പക്ഷേ അപ്പോഴും ഈ അറസ്റ്റിനെ പ്രതിരോധിക്കാൻ MLA സ്ഥാനവും അതുപോലെ തന്നെ മറ്റും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ജാമ്യത്തിന് ഉള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ നിലവിലേതായാലും അറസ്റ്റിലേക്ക് തന്നെ അന്വേഷണ സംഘം നീങ്ങുമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും നിലവിലും ഒരു വ്യക്തതയില്ല. അത് സംബന്ധിച്ച് അന്വേഷണ സംഘം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വവും വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിൽ തന്നെയാണ് ആയിരിക്കുന്നത്. രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടും. രാഹുലിന്റെ കാര്യത്തിൽ തന്നെ ഈ നേതാക്കൾ രണ്ടു തട്ടിലാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ കൂടി ഈ രാഹുലിനെതിരെ ഇനി അടുത്ത നടപടി കോൺഗ്രസ് എന്ത് MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് ഉൾപ്പെടെ രാഹുൽ നീങ്ങുമോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ? ഇന്നലെ മുതൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത പരാതി നൽകിയത് മുതൽ തന്നെ ഈ കോൺഗ്രസ് നേതൃത്വം വിശദീകരണങ്ങളൊക്കെയായി അവരുടെ പ്രതികരണങ്ങളൊക്കെയായി രംഗത്ത് വന്നിരുന്നു. ആ സമയങ്ങളിലും രണ്ടു തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. കെ മുരളീധരനും KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫും ഉൾപ്പെടെ രാഹുലിനെ നേരത്തെ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അടൂർ പ്രകാശ് MP ഇത്തരത്തിൽ അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ കള്ളക്കേസാണ് ഈ നൽകിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നൽകിയത്. അതുകൊണ്ട് തന്നെ പാർട്ടി തന്നെ രണ്ട് തട്ടിലായിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഈ ലൈംഗികാരോപണത്തെ സംബന്ധിച്ചിടത്തോളം നൽകിയത്. നേരത്തെ ഇത്തരത്തിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നെങ്കിലും ഈ MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ഒരു നിർബന്ധം പാർട്ടിക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഈ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തിലാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പരാതി കൊണ്ടൊന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഏതായാലും ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നൊരു നിലപാടിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും ഈ ലൈംഗികാരോപണ പരാതിയിൽ രാഹുലിനെതിരെ ഇത്തരത്തോളം ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി അതിജീവിത ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വത്തിനും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ ലൈംഗികാരോപണ പരാതിക്ക് മുൻപ് ഈ പരാതി നൽകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തുവരുന്നിരിക്കുന്ന സമയത്ത് പോലും ഈ അതിജീവിത എത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകുന്നതിന് തൊട്ടു മുൻപ് വരെയും രാഹുൽ പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ ഉൾപ്പെടെ പ്രചരണ പരിപാടികളുമായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരത്തിലൊരു പരാതി നൽകുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് രാഹുൽ ഈ പ്രചരണ പരിപാടികളിൽ നിന്നും മാറി MLA ഓഫീസ് പൂട്ടി രാഹുൽ
മറ്റെവിടേക്കോ മാറിയത്. അതിനുശേഷം രാഹുൽ എവിടെയാണ് എന്നത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരവുമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വത്തിന് ഏതായാലും ഈ പ്രാഥമിക അംഗത്തിൽ നിന്ന് ഒഴിവാക്കിയത് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ MLA സ്ഥാനം ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് MLA സ്ഥാനം രാജിവെക്കുന്നതിന് പാർട്ടി രാഹുലിനെ നിർബന്ധിക്കുമെന്ന കാര്യം സംബന്ധിച്ച് ആ തീരുമാനങ്ങളൊക്കെ തന്നെ പാർട്ടിയുടേതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും വിഷയം ഇനി നടക്കാനുള്ളൊരു സാധ്യതയുണ്ടോ എന്ന് സംബന്ധിച്ച് പാർട്ടി തന്നെയാണ് വിശദീകരണം നൽകേണ്ടത്. എന്തായാലും ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എന്തായാലും പോലീസ് കേസെടുത്തിരിക്കുന്നത്. വലിയമല പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങളൊക്കെ രാഹുൽ കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും രാഹുൽ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയൊന്നുമില്ല. അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആതിരയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് കൂടി നിർണായകമാണ്. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ നൽകിയ പരാതി ഈ നേതൃത്വത്തിന് മുന്നിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ദേശീയ നേതൃത്വം എന്ത് നിലപാട് എടുക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാഹുൽ വിഷയത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ രണ്ട് തട്ടിലായതും ദേശീയ നേതൃത്വത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. KK പ്രശാന്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കി എന്ന് പറയുമ്പോഴും നമുക്കറിയാം പാലക്കാട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ, അത് പാർട്ടിയുടെ കോൺഗ്രസ് വേദികളിലല്ലാതെ പ്രചരണത്തിൽ രാഹുലൊക്കെ സജീവമായിരുന്നു. അതേസമയം തന്നെ രാഹുലിന്റെ കാര്യം വരുമ്പോൾ നേതാക്കൾ രണ്ട് തട്ടിലാണ്. സുധാകരന്റെ പ്രസ്താവനയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് എന്ത് നിലപാടായിരിക്കും എടുക്കുക? എത്രത്തോളം നിർണായകമാണത്? മയ, ഗുഡ് മോർണിംഗ്. ഒരു പരിധിവരെ രാഹുലിന്റെ വിഷയത്തിൽ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് അല്ല, സംസ്ഥാനത്തെ നേതൃത്വം രാഹുലിനെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു. ഹൈക്കമാൻഡ് അപ്പോഴും ചില അതിർത്തികൾ തുടക്കം മുതലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പങ്കുവച്ചിരുന്നു. പക്ഷേ അപ്പോഴും സംസ്ഥാന നേതൃത്വം പറഞ്ഞത് ഇത് രാഷ്ട്രീയ ആരോപണങ്ങളുടെ, രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ തിടുക്കപ്പെട്ട തീരുമാനം എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഒടുവിൽ ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ സമയത്ത് ഹൈക്കമാൻഡ് എടുത്ത നിലപാടെന്ന് പറയുന്നത് എന്ത് തീരുമാനം അതായത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന, ജനങ്ങൾക്കിടയിൽ കുഴപ്പമില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു തീരുമാനം ഉണ്ടാകുന്നു. ആ തീരുമാനത്തിന് പിന്നാലെയാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രാഥമിക അംഗത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള നീക്കം ഉണ്ടാകുകയൊക്കെ ചെയ്തത്. ഈ സമയത്ത് ഒരു പ്രധാന സന്ദേശം ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നു. അതായത് ഇത്തരം നടപടി എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകരുത് ഒരു തരത്തിലും. അതായത് ഇത്തരം ആളുകളെ പാർട്ടി സംരക്ഷിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇതിന്റെ പേരിൽ നേതാക്കൾക്കിടയിൽ ഭിന്നത ഉണ്ടാകരുത് എന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ നടപടി എടുത്തതിന് ശേഷം നമ്മൾ കണ്ടതാണ് പല നേതാക്കളും പല തട്ടിൽ നിന്ന് പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇന്നലെയും ഇതേ രീതി തന്നെയാണ്. അതായത് ഈ ആരോപണം ഉണ്ടായിരുന്നു, അതിനുശേഷം ഈ യുവതി പരാതി നൽകുന്നു. ആ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസിലേക്ക് പോകുമ്പോഴും UDF കൺവീനർ അടക്കം പറയുന്നത് കള്ളക്കേസാണെന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. മാത്രമല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള നീക്കമായി തന്നെയാണ് അവർ വിലയിരുത്തുകയും ചെയ്യുന്നത്. പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് ഇങ്ങനെ ഒരു നേതാവിനെ വെച്ച് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെ അധികമുള്ള സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് അത് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം വ്യക്തമാക്കുന്നത്. ഒരു ഘട്ടത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പരിധിവരെ സംരക്ഷിച്ചു നിർത്തിയാണ്. പക്ഷേ പിന്നീട് ഈ കേസ് വന്നതോടുകൂടി തന്നെയാണ് സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സതീശനെ മറികടന്നുകൊണ്ട് PV അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അന്ന് തൊട്ടേ ഈ സമവാക്യങ്ങളെല്ലാം തെറ്റി തുടങ്ങിയതാണ്. ആ തെറ്റി തുടങ്ങിയതിന് പിന്നാലെയാണ് കേസുകളൊക്കെ തന്നെ, ഈ ആരോപണങ്ങളൊക്കെ തന്നെ വന്നു തുടങ്ങിയത്. ഏതായാലും ഹൈക്കമാൻഡ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇതിൽ വ്യക്തത വരുത്തണം, പാർട്ടിക്കുള്ളിൽ രാഹുൽ ഉണ്ടോ. മാത്രമല്ല അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ പാർട്ടിക്ക് പുറത്താണെന്ന് നേതൃത്വം അവകാശപ്പെടുന്ന അതേ രാഹുലാണ് നേരത്തെ ആതിര സൂചിപ്പിച്ച പോലെ പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം പങ്കെടുക്കുന്നത്, തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉൾപ്പെടെ നിൽക്കുന്നത്. അന്ന് ആ സമയത്ത് രാഹുൽ പറഞ്ഞത് എനിക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട ആളുകളാണ് സ്ഥാനാർത്ഥികൾ, അവർക്ക് വേണ്ടി താൻ നടക്കുന്നത് ജനപ്രതിനിധി എന്ന പേരിൽ അവർക്കൊപ്പം നിൽക്കുകയാണ് എന്ന് മാത്രമാണ്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം, ജനങ്ങൾക്കിടയിൽ ഇത് സംശയത്തിന് കാരണമാകും. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതി ആരോപണങ്ങൾ നിൽക്കുന്ന ഒരാൾ നടക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള മറുപടി നൽകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ
കൃത്യമായ ഗൗരവത്തോടെ ഈ വിഷയം ഇപ്പോൾ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഉൾപ്പെടെ പരാതി നൽകിയ പശ്ചാത്തലത്തിൽ ഏതായാലും ഇന്ന് ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമുണ്ട്. ഇതുവരെ ഹൈക്കമാൻഡ് ഭാഗത്ത് ദീപാദാസ് മുൻഷി പ്രതികരിച്ചു. അതിനപ്പുറത്തേക്ക് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വന്നിട്ടില്ല. ഇന്നൊരു പക്ഷേ വൈകാതെ അവരുടെ ഭാഗത്ത് നടക്കാൻ തന്നെ പ്രതികരണങ്ങൾ വരും. ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അത് നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വം നൽകുന്ന സന്ദേശം ഏത് തരത്തിലാകും എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. മായ, തീർച്ചയായും ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് കൂടി നിർണായകമാണ്. സംസ്ഥാന കോൺഗ്രസ് എന്തെടുക്കുന്നു എന്നുള്ളതും ഏവരും നോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സസ്പെൻഷനിലാണെന്ന് പറയുമ്പോൾ ഈ സസ്പെൻഷന്റെ കാലാവധിയൊന്നും നേതൃത്വം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒപ്പം പാർട്ടിയിലെ നേതാക്കൾ കൂടി രണ്ട് തട്ടിലായ സ്ഥിതിക്ക് കോൺഗ്രസിന് എന്ത് നടപടി എടുക്കും എന്നുള്ളത് കൂടി എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. KK പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞു. MES സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരാതിയിൽ നോട്ടീസ് ലഭിച്ചിട്ടും ഹാജരാവാത്തതിനെ തുടർന്നാണ് നടപടിയെന്നാണ് സൂചന. താൻ ED കസ്റ്റഡിയിലല്ലെന്ന് അതേസമയം ഫസൽ ഗഫൂർ പ്രതികരിച്ചിട്ടുണ്ട്. AT അശ്വതിയുണ്ട് വിവരങ്ങളുമായി. അശ്വതി, ഈ MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിമാനത്താവളത്തിൽ വെച്ച് തടഞ്ഞു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. നേരത്തെ ഇദ്ദേഹത്തിന് ED ഏതെങ്കിലും സംബന്ധിച്ചുള്ള നോട്ടീസുകൾ നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? മായ, ഇത് സംബന്ധിച്ച് ഒരു കേസ്, അതായത് MES സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ കേസുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തെ വിളിപ്പിക്കുമെന്നാണ് അദ്ദേഹം അല്പം മുൻപ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ നോട്ടീസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് യാത്രാ വിലക്കുണ്ട്. ഈ യാത്രാ വിലക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഈ തടഞ്ഞത് എന്നാണ്. മാത്രമല്ല ഓസ്ട്രേലിയക്ക് പോകാനായിരുന്നു അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. പക്ഷേ ഈ യാത്രാവിലക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ തടഞ്ഞത്. മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ നോട്ടീസ് നൽകും ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകും എന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ അദ്ദേഹം എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. മായ, തീർച്ചയായും MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രയ്ക്കെത്തിയപ്പോൾ തടഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. AT അശ്വതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയ നേതാക്കളുമായി നേതൃത്വം നേരിട്ട് ചർച്ച നടത്തും. ഉടൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിദ്ധരാമയ്യ. അതേസമയം ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ ധാരണ പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് DK ശിവകുമാർ പക്ഷം. KK പ്രശാന്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, സിദ്ധരാമയ്യ ആയിക്കോട്ടെ DK ശിവകുമാർ ആയിക്കോട്ടെ രണ്ടുപേരും പ്രബലരാണ്. ഈ സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറില്ല എന്നുള്ളത്. പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ് DK ശിവകുമാർ. ഈ രണ്ടുപേരും ഇത്തരത്തിൽ വലിയ പ്രബലരായിരിക്കുന്ന നേതാക്കളാണ്. ഇത് ആരെ തള്ളും ആരെ കൊള്ളും എന്നുള്ളൊരു അവസ്ഥയിലാണോ ഹൈക്കമാൻഡ്? എത്തരത്തിലുള്ളൊരു സമവായ ഫോർമുലയിലേക്കായിരിക്കും ഹൈക്കമാൻഡ് കടക്കുക? മയ, ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. പ്രത്യേകിച്ച് MLA-മാരുടെ ഒരു വിഭാഗം ഇപ്പോഴും ഈ നിലപാട് ആവർത്തിക്കുന്നുണ്ട്. കാരണം നേരത്തെ 2023 തീരുമാനിച്ചിരുന്നത് DK ശിവകുമാർ, അതായത് 2.5 വർഷം സിദ്ധരാമയ്യയും അതിനുശേഷം DK ശിവകുമാറും എന്ന് തന്നെയാണ് ധാരണ എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ശിവകുമാറും അത് പറയാതെ പറയുന്നുമുണ്ട്. അതേസമയം സിദ്ധരാമയ്യ പറയുന്നത് ഇപ്പോൾ എന്തിനാണ് ഒരു ഭരണമാറ്റം എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഭരണത്തെ സംബന്ധിച്ചുള്ള പാർട്ടി അക്കാര്യങ്ങൾ കൂടി പരിശോധിച്ച് തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് സിദ്ധരാമയ്യ പറയുന്നത്. സിദ്ധരാമയ്യയുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സിദ്ധരാമയ്യയുടെ മകനും സമാനമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഇത്തരം നിലപാടുകൾ, അതായത് ഇപ്പോൾ നിർണായക ഒരു തീരുമാനം എടുക്കേണ്ട സമയമില്ല, നിലവിൽ സംസ്ഥാനത്ത് പ്രശ്നങ്ങളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് യതീന്ദ്ര സിദ്ധരാമയ്യ പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതേസമയം തന്നെ ഈ രണ്ട് നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കൂടുതൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DK ശിവകുമാർ ഇപ്പോൾ മുംബൈയിലാണുള്ളത്. അദ്ദേഹം ഇന്നലെ രാത്രി വൈകി മുംബൈയിലെത്തിയിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞത് താൻ മറ്റ് ചർച്ചകൾക്കായി വന്നതല്ല, ഡൽഹിയിലേക്ക് പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല, നേതൃത്വം വിളിച്ചാൽ ഡൽഹിയിലേക്ക് പോകും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. അതായത് താൻ തിടുക്കപ്പെട്ടൊരു തീരുമാനത്തിലേക്കും പോകുന്നില്ല എന്നുള്ളതാണ്, തനിക്ക് ധൃതിയില്ല എന്നുള്ളതാണ് DK ശിവകുമാർ ഏറ്റവും ഒടുവിലായി പറഞ്ഞ വാക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതായത് ദേശീയ നേതൃത്വം ആലോചിച്ച് തീരുമാനങ്ങൾ സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനം എടുക്കട്ടെ എന്നുള്ളതാണ്. 3 വർഷമെങ്കിലും, അതായത് 2.5 വർഷം കൂടി, 2.5 എന്നുള്ളത് ഒരു 6 മാസം കൂടി നീട്ടിക്കിട്ടണം എന്നുള്ളതാണ് സിദ്ധരാമയ്യയുടെ ആവശ്യമായി ഇപ്പോൾ അവസാനം ഒടുവിൽ കൃത്യമായി വെച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അവസാനത്തെ 2
2 വർഷമോ അവസാനത്തെ 1 വർഷമോ DK ശിവകുമാറിലേക്ക് മുഖ്യമന്ത്രി ബന്ധത്തും. കാരണം ഒരു നേതൃമാറ്റം ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ ആവശ്യമായി വരും. DK ശിവകുമാറിനെ സംബന്ധിച്ച വലിയ സ്വാധീനം സംസ്ഥാനത്താകെ തന്നെയുണ്ട്, യുവാക്കളുടെ പിന്തുണയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായി ഉൾപ്പെടെ രാഷ്ട്രീയമായി മാത്രമല്ല നേതൃത്വത്തെ നിലനിർത്തുന്നതൊക്കെ തന്നെ DK ശിവകുമാർ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ് നേതൃത്വത്തിൽ. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ കൂടി തന്നെ പരിശോധിച്ചായിരിക്കും ഒരു തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ വിഷയം BJP വലിയ വിഷയമായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഭരണ അസ്ഥിരതയാണ് സംസ്ഥാനത്താകെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിന് മാറ്റം കൊണ്ടുവരാൻ നേതൃത്വങ്ങൾ ഇടപെടുകയോ നിങ്ങൾ പരിഹരിക്കുകയോ ചെയ്യണം, അല്ലെങ്കിൽ രാജിവെച്ച് മുഖ്യമന്ത്രി പോകൂ എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് BJPയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഏതായാലും ഈ ചെറിയ തർക്കങ്ങളുണ്ടായി ഏതെങ്കിലും കുറച്ചൊക്കെ MLA മാർ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഭാഗത്തേക്ക് മാറിയാൽ പോലും ഭരണ സ്ഥിരത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലല്ല നിലവിൽ കർണാടകയുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച ഉചിതമായ തീരുമാനം എടുക്കാനുള്ളൊരു ആത്മവിശ്വാസവും അത് നൽകുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതുമായ. എന്തായാലും കർണാടക പ്രതിസന്ധിയിൽ ഹൈക്കമാൻഡിൽ ചർച്ചകൾ തുടരുകയാണ്. ഹൈക്കമാൻഡിന്റെ നിലപാട് തന്നെയാണ് നിർണായകം. പ്രശാന്ത്, മറ്റൊരു കാര്യമുള്ളത് ഈ SIR-നെതിരെ പശ്ചിമ ബംഗാളിൽ പ്രതിഷേധം ശക്തമാകുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചർച്ചയുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജി കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച. ഇതിൽ ഏത് രീതിയിലായിരിക്കും ഈ ചർച്ച? കാരണം പശ്ചിമ ബംഗാളിൽ SIR-മായി ബന്ധപ്പെട്ട വിഷയം നിലവിൽ സുപ്രീം കോടതിയുടെ ഒക്കെ ഒരു പരിഗണനയിലാണല്ലോ. SIR-മായി ബന്ധപ്പെട്ട അതിശക്തമായ പ്രതിഷേധമാണ് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ ഉയർത്തുന്നത്. ഒരുപക്ഷെ വേറൊരു സംസ്ഥാനത്തും ഇത്തരം ഒരു പ്രതിഷേധം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയമായും നിയമപരമായുമാണ് തൃണമൂലിന്റെ പോരാട്ടം നടക്കുന്നത്. തൃണമൂൽ നൽകിയ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നു. അതേസമയം തന്നെ BLA-മാരെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തൃണമൂൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. BJP അത് ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ BLA-മാരിൽ അധികവും തൃണമൂലിന്റെ പ്രവർത്തകരാണ്. അതോടൊപ്പം തന്നെ ഇതോടൊപ്പം നിൽക്കുന്ന ആളുകൾ, ഈ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുന്നതൊക്കെ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളൊക്കെ തന്നെയാണ് BJP ആരോപണമായി ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതേസമയം തന്നെ തൃണമൂൽ ഉയർത്തുന്ന 35, അത് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം തൃണമൂൽ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. 35 BLA-മാരാണ് സംസ്ഥാനത്ത് ഇതുവരെ ഈ SIR നടപടികളുടെ സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് എന്തിനാണ് തിടുക്കപ്പെട്ടൊരു നീക്കം എന്നുള്ളതാണ്. മാത്രമല്ല BJP മമത വെല്ലുവിളിക്കുന്നുണ്ട്. ഇവിടെ അനധികൃത കുടിയേറ്റക്കാരുടെ അവരെ ഒഴിവാക്കിക്കൊള്ളൂ, പക്ഷേ അർഹരായ ആളുകളെ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കി SIR നടപ്പിലാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അത്തരം നീക്കങ്ങളുണ്ടായി ഈ സർക്കാരിന് വിവിധ സംസ്ഥാനങ്ങളിൽ BJPക്ക് തിരിച്ചടിയാം. ഗുജറാത്തിലടക്കം ഭരണം പോകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ, അതായത് രാജ്യം കാണുന്ന അല്ലെങ്കിൽ ഞെട്ടുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ തന്റെ ഭാഗത്തുണ്ടാകുമെന്നൊരു വെല്ലുവിളി മമതയുടെ ഭാഗത്തുണ്ടാകുന്നു. താൻ നടക്കുന്ന വഴിയെ നടക്കാൻ BJP ശ്രമിക്കരുത്, അതിന് പിന്നാലെ അതായത് ഏതെങ്കിലും വഴി തടഞ്ഞാൽ പുതിയ വഴി താൻ വെട്ടി നടക്കുമെന്നൊക്കെ തരത്തിലുള്ള വലിയ ഡയലോഗ് അല്ലെങ്കിൽ വലിയ സംഭാഷണങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ മമതയുടെ ഭാഗത്തുണ്ടായത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം SIR-മായി ബന്ധപ്പെട്ട് ഇന്നലെ ബീഹാറിലെ SIR-മായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളുണ്ട്. പ്രധാനമായും അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ കാര്യങ്ങൾ വിലയിരുത്തി സംസ്ഥാനത്തെ മുഴുവൻ SIR കുഴപ്പത്തിലാണെന്ന് പറയരുത് എന്നുള്ളതാണ് പ്രധാനമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു സംസ്ഥാനത്തെയും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ചർച്ച നടത്തിയിട്ടില്ല. ആ ചർച്ചയിലേക്ക് പോകുമ്പോൾ ഒരു പരിധിവരെ തൃണമൂലിന്റെ ആശങ്കകൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അക്കാര്യത്തിൽ എന്ത് നിലപാട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല തൃണമൂൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരെയൊക്കെ തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കമലി. അപ്പോൾ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും SIR നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയൊക്കെ ഇത്തരത്തിൽ ആളുകളുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ആളുകളുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്കല്ല, കേന്ദ്ര സർക്കാരിനാണ്. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറിയിട്ട് അവരെ തടയാനുള്ള ഉത്തരവാദിത്തം അതിർത്തി സുരക്ഷാ സേന ഉൾപ്പെടെയുള്ള സംവിധാനം. പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ തന്നെ പഴിക്കുന്നത് എന്നുള്ളതാണ് തൃണമൂലിന്റെ ചോദ്യം. ഇതിനൊക്കെ തന്നെ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ നിലവിൽ BJP ഒക്കെ തന്നെ മറുപടി പറയേണ്ടതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട SIR-മായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഹർജി അടക്കം പരിഗണിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ഏതെങ്കിലും ഈ ചർച്ച നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വസതിയിലേക്കോ ഓഫീസിലേക്കൊക്കെ തന്നെ തൃണമൂലിന്റെ മാർച്ചുകൾ ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇതിലെന്തെങ്കിലും തീരുമാനമുണ്ടായെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്കായിരിക്കും പശ്ചിമ ബംഗാൾ മാർഗമായ. തീർച്ചയായും SIR-നെതിരെ വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം മമതാ ബാനർജി ഉൾപ്പെടെ ഉയർത്തുമ്പോഴാണ് പശ്ചിമ ബംഗാളിൽ ഈ പ്രതിഷേധമൊക്കെ ശക്തമാകുന്നതിനിടെയാണ് തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്താൻ പോകുന്നത്. ഈ ചർച്ചയിൽ കമ്മീഷൻ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.
PV അൻവറിന്റെ ബന്ധുക്കൾ പ്രതികളായ മലപ്പുറം ഒതായി അബ്ദുൾ മനാഫ് വധക്കേസിൽ ഇന്ന് വിധിയാണ്. മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 1995 ഏപ്രിൽ 13-നാണ് മനാഫ് കൊല്ലപ്പെടുന്നത്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിലെ പ്രധാന പ്രതികൾ പിടിയിലാകുന്നത്. വാദം പൂർത്തിയായ ശേഷം കേസ് പരിഗണിച്ച കോടതി വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. മുൻ MLA PV അൻവറിന്റെ സഹോദരി പുത്രന്മാരടക്കം കൊലപാതകം നടന്ന് 25 വർഷം ഒളിവിലായിരുന്ന 4 പ്രതികളാണ് വിചാരണ നേരിട്ടത്. PV അൻവറിന്റെ സഹോദരി പുത്രന്മാരായ കേസിലെ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖ്, സഹോദരനും 3-ാം പ്രതിയുമായ മാലങ്ങാടൻ ഷെരീഫ് എന്നിവരും, 17-ാം പ്രതി നിലമ്പൂർ ജനതപ്പടി കോട്ടപ്പുറം മുനീബ്, 19-ാം പ്രതി എളമരം മപ്രം ജാബിർ എന്നിവരാണ് വിചാരണ നേരിട്ടത്. PV അൻവർ ഉൾപ്പെടെ 26 പേർ കേസിൽ പ്രതികളാണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പ്രതികൾക്ക് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് പരിഗണിക്കുക. അതേസമയം കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ തെളിവില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ തെളിവില്ലെന്ന നിലപാട് ആവർത്തിച്ച് വ്യവസായ വകുപ്പ് സെക്രട്ടറി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, കോർപ്പറേഷൻ MD K രതീഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. കഴിഞ്ഞ ദിവസം ഏറെ ആശങ്കയോടെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ് വൈറ്റ് ഹൌസിന് മുന്നിലെ വെടിവെപ്പ് എന്നുള്ളത്. വെടിവെപ്പിൽ പരിക്കേറ്റ നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. വെർജീനിയ സ്വദേശിനി സാറ ബെക്സ്ട്രോമാണ് മരിച്ചത്. വെടിവെപ്പിന് പിന്നാലെ കടുത്ത നടപടികളുമായി അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. അഫ്ഗാൻ ഉൾപ്പെടെ 19 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നൽകിയ ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. അതീവ സുരക്ഷാ മേഖലയിലുള്ള വൈറ്റ് ഹൌസിന് സമീപം 17th സ്ട്രീറ്റിലാണ് വെടിവെപ്പുണ്ടായത്. വെടിവെപ്പിൽ തലയ്ക്ക് പരിക്കേറ്റ നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥരിൽ വെർജീനിയ സ്വദേശിനി സാറ ബെക്സ്ട്രോ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ആൻഡ്രൂ വോൾഫ് ചികിത്സയിലാണ്. വെടിവെപ്പിനിടയിൽ പരിക്കേറ്റ പ്രതി റഹ്മാനുള്ള ലഖൻവാൾ കർശന സുരക്ഷയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെടിവെപ്പിന് പിന്നാലെ അഫ്ഗാനിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റ അപേക്ഷകളും പരിഗണിക്കുന്നത് നിർത്തിവച്ചതായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് അറിയിച്ചു. അനിശ്ചിതകാലത്തേക്ക് അപേക്ഷകളിൽ ഇനി നടപടിയെടുക്കില്ല എന്നാണ് അമേരിക്കൻ ഏജൻസി വ്യക്തമാക്കിയത്. ആഭ്യന്തര സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. സൈനികർക്കു നേരെ വെടിവെച്ച റഹ്മാനുള്ള ലഖൻവാൾ അഫ്ഗാൻ യുദ്ധകാലത്ത് US സൈന്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് എന്ന് US ഇന്റലിജൻസ് ഏജൻസിയായ CIA സ്ഥിരീകരിച്ചു. There is confirmation now that the subject had a relationship in Afghanistan with partner forces. We are fully investigating that aspect of his background as well, to include any known associates that are either overseas or here in the United States of America. That is what a broad-based international terrorism investigation. ആക്രമണത്തെക്കുറിച്ച് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഹോങ്കോങ്ങിലെ തായ്പോയിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 94 100-ലേറെ പേരെ പൊള്ളലേറ്റ നിലയിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പലരുടെയും നില ഗുരുതരമാണ്. വാങ്ഫു കോർട്ട് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തീയുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 8 ബ്ലോക്കുകളിലായി 32 നിലകൾ വീതമുള്ള കെട്ടിടങ്ങളിൽ 7 ബ്ലോക്കുകളിലാണ് തീ പിടിച്ചത്. ഒരു കെട്ടിടത്തിന്റെ 16-ാം നിലയിൽ നിന്ന് ഒരാളെ ജീവനോടെ പരിക്കേൽക്കാതെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കി. കെട്ടിടത്തിന്റെ നവീകരണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനനായകൻ VS അച്യുതാനന്ദന്റെ വ്യക്തിജീവിതവും രാഷ്ട്രീയ ജീവിതവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോ ചിത്ര പ്രദർശനത്തിന് കോഴിക്കോട് തുടക്കമായി. വാർത്താ ചിത്രങ്ങളും ക്യാൻവാസ് ഇൻസ്റ്റലേഷൻസും ഉൾപ്പെടുന്നതാണ് പ്രദർശനം. വിപ്ലവ നക്ഷത്രം VS അച്യുതാനന്ദന്റെ ഓർമ്മകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. അതാണ് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ VS ഓർമ്മയിലെന്ന ഫോട്ടോ എക്സിബിഷൻ. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. VSന്റെ 150-ലേറെ വാർത്താ ചിത്രങ്ങളും 15 ക്യാൻവാസ് ചിത്രങ്ങളും 3 ഇൻസ്റ്റലേഷൻസും ഒരുമിക്കുന്നതാണ് പ്രദർശനം. നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്നെ. ജനങ്ങളെ ചേർത്ത് പിടിച്ച, ജനങ്ങൾക്കായി പോരാടിയ VSന്റെ സമരമുഖങ്ങളും കുട്ടികളെ ചേർത്ത് പിടിക്കുമ്പോഴുള്ള സന്തോഷവുമെല്ലാം ഇവിടെ കാണാം. വസൂരി ബാധിതയായ അമ്മയെ പണ്ടാരപ്പുരയ്ക്ക് പുറത്തുനിന്ന് VS കാണുന്നതും KK രമയെ ആശ്വസിപ്പിക്കുന്ന VSന്റെ ചിത്രവുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തോൽക്കയില്ല, തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം. VSന്റെയും ആധുനിക കേരള ചരിത്രത്തിന്റെയും ഏടുകളാണിതെന്ന് MN കാരശ്ശേരി പറഞ്ഞു.
VSൻ്റെ ജീവചരിത്രത്തിൻ്റെ പല ഏടുകളാണിത്. അതുപോലെ തന്നെ നമ്മുടെ ആധുനിക കേരള ചരിത്രത്തിൻ്റെ ഏടുകളാണ്. ഈ ചരിത്രത്തിൻ്റെ കൂടെ നടന്ന ഒരാളാണ് VS. VSന്റെ വിവിധ സമര രൂപങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് KK രമ MLA പ്രതികരിച്ചു. ഒരു യൗവനം മുഴുവൻ ഒരു നാടിനെ രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച ധീരോജ്വലമായ ഇടപെടലുകൾ, അത് വിവിധ സമരമുഖങ്ങളിലൂടെ നടന്ന് കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ, മനുഷ്യരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒക്കെ VS ഓരോ നിമിഷവും ഇടപെട്ടിരുന്നു എന്നതാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ സ്മരണകളിലെ കെടാത്ത നക്ഷത്രമായ VS ജനമനസ്സുകളിൽ എന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ ഗാന്ധി, സണ്ണി ജോസഫ്, VD സതീശൻ എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ് അതിജീവിത. അൺഫിലിറ്റുണ്ട് വിവരങ്ങളുമായി. അൺഫിലിറ്റ്, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, അതിന് പിന്നാലെ കേസെടുത്തിരിക്കുന്നു. തൊട്ടുപിറകെ ദേശീയ നേതൃത്വത്തിനും ഒപ്പം സണ്ണി ജോസഫ്, രാഹുൽ ഗാന്ധി, VD സതീശൻ ഇവർക്കൊക്കെ അതിജീവിത രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ ആദ്യം പറയൂ. മായ, തീർച്ചയായും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരു നിർണായകമായ ചുവടുവയ്പ് അല്ലെങ്കിൽ നിർണായക നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം ഈ കേസിൽ ആദ്യം മുതലേ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നത് ഒരു കൃത്യമായ പരാതി രേഖാമൂലം ആരും നൽകിയിരുന്നില്ല. അത് പോലീസിനായാലും ഔദ്യോഗിക നേതൃത്വത്തിനായാലും ഔദ്യോഗികമായി ഒരു രേഖാമൂലം പരാതി, ഈ പരാതികളൊക്കെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നുള്ളതാണ്, സാങ്കല്പികമായ പരാതികളാണ് എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഒരു വലിയൊരു വിഭാഗം, അത് നേതൃനിരയിൽ തന്നെ വലിയൊരു വിഭാഗം ഇപ്പോഴും ഈ നിമിഷം വരെയും ഈ രീതിയിലായിരുന്നു. ഒരു പ്രതിരോധം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ പ്രതിരോധം തീർത്തുകൊണ്ടേയിരുന്നു. ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയ സാഹചര്യത്തിൽ, പരാതി നൽകിയ ശേഷം പോലും UDF കൺവീനർ അടൂർ പ്രകാശ് ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിച്ചമച്ച പരാതിയാണ്, തെറ്റായ പരാതിയാണ്. ഈ രീതിയിലാണ് അവസാന നിമിഷവും UDF കൺവീനർ അടക്കമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച അല്ലെങ്കിൽ രാഹുലിനൊരു പ്രതിരോധ കവചം തീർത്തുകൊണ്ടേയിരുന്നത്. പക്ഷെ അപ്പോഴും അവർ പറഞ്ഞിരുന്നൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് രാഹുലിനെതിരെ ഒരിടത്ത് പോലും, ഒരു ഘട്ടത്തിൽ പോലും ഔദ്യോഗിക നേതൃത്വത്തിന് പോലും ഒരു പരാതി ലഭിച്ചിരുന്നില്ല എന്നാണ്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, രേഖാമൂലം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു സർക്കാരിന്. അതിനനുസരിച്ച് അതോടൊപ്പം തന്നെയും കോൺഗ്രസ് നേതൃത്വത്തിന്, ഔദ്യോഗിക നേതൃത്വത്തിനാണ് രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയിരിക്കുന്നു. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ MLA ആയിരിക്കുന്ന, ജനപ്രതിനിധിയായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമാന രീതിയിൽ പരാതി സംസ്ഥാന നേതൃത്വത്തിന്, അതായത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രണ്ടു പേർക്കും സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ രേഖാമൂലം ഈ അതിജീവിത പരാതി നൽകിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, അതായത് ഈ പീഡന പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് നേരിട്ട് സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ പരാതി, അതിന് എവിഡന്റായി ബലപ്പെടുത്തുന്ന കൃത്യമായ വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള രേഖാമൂലമുള്ള ഡിജിറ്റൽ പരാതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നേരിട്ട് അതിജീവിത കൊടുക്കുന്നു. അതേ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു പരാതിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസിലെ MLA ആയിരിക്കുന്ന അല്ലെങ്കിൽ മുൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. നേരത്തെ തന്നെ അതിജീവിതയുടെ ഓഡിയോ ക്ലിപ്പുകൾ അടക്കമുള്ള കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും അതിനെ നിർബന്ധിക്കുന്നു, കരഞ്ഞു കേണപേക്ഷിച്ച് തന്റെ ജീവന് പോലും, കുഞ്ഞിന്റെ തന്റെ ജീവന് പോലും അപകടമാണ്, തന്റെ ജീവന് പോലും അപകടമാണ് എന്ന് കരഞ്ഞപേക്ഷിക്കുന്ന ആ ഓഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചതാണ്. അപ്പോഴൊക്കെയും ഇത് പരാതിയുമായി എത്തിയിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിക്കുന്ന വിഭാഗം ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു ഔദ്യോഗിക ഫോറത്തിൽ പോലും പരാതി കിട്ടിയിരുന്നില്ല. അവിടെയാണ് കൃത്യമായി സർക്കാരിന് പരാതി നൽകുന്നു, ഒപ്പം തന്നെയും കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകുന്നു. ഇനി കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്യുമെന്നാണ് അറിയേണ്ടത്. തീർച്ചയായും മൺഫിലിറ്റ്, ഇനി കോൺഗ്രസ് എന്ത് നടപടി രാഹുലിന്റെ കാര്യത്തിൽ എടുക്കുമെന്നുള്ളതാണ്. പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഈ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ നിന്നും മാറ്റി നിർത്തി, ഒപ്പം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തി. സസ്പെൻഷനിലാണെന്ന് പറയുകയുണ്ടായി. ഈ സസ്പെൻഷൻ പക്ഷേ
എത്ര നാളത്തേക്കാണ്, എത്ര കാലാവധിയൊന്നും അത് പറയുകയുണ്ടായിരുന്നില്ല. പക്ഷേ നേതാക്കൾ പോലും രാഹുലിന്റെ കാര്യത്തിൽ വരുമ്പോൾ രണ്ട് തട്ടിലാണ്. ഇന്നലെ തന്നെ അടൂർ പ്രകാശിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് മുൻപ് കെ സുധാകരന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രതികരണം നമ്മൾ കണ്ടതാണ്. വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഘട്ടത്തിൽ രംഗത്ത് വന്നപ്പോൾ ഉണ്ടായ സൈബർ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഏത് രീതിയിലുള്ളൊരു നിലപാടിലേക്കായിരിക്കും രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നീങ്ങുക? MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ. ഇവിടെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഘട്ടത്തിൽ പോലും പരാതി ഒരിടത്തും ഇല്ലാതിരുന്ന സമയത്ത് പോലും രാഹുലിനെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാഹുലിനെ സസ്പെൻഷനിൽ നിലനിർത്തുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. അതിനുശേഷം രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പ്രാദേശിക നേതാക്കൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നു. വീട് തോടും കയറിയിറങ്ങി പ്രചാരണം നടത്തുമ്പോൾ ഔദ്യോഗിക കോൺഗ്രസ് ഫോറത്തിൽ മാത്രം പങ്കെടുക്കുന്നില്ല, പക്ഷെ മറ്റെല്ലാ കോൺഗ്രസിനൊപ്പം തന്നെ നിലപാടുകൾക്കൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുമ്പോൾ ഇത് കോൺഗ്രസ് നൽകിയ ഈ അച്ചടക്ക നടപടി അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ എന്നതിന് എന്ത് വിലയാണുള്ളത് എന്ന രീതിയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെതിരെ ഒരു വലിയൊരു വിഭാഗം കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണവുമായി പോകുന്നതിനെതിരെ കടുത്ത നിലപാട് ഒരു വിഭാഗം എടുക്കുകയും അതേ രീതിയിൽ തന്നെ ശക്തമായി തന്നെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിലനിൽക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊന്നും തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാതി ഔദ്യോഗിക ഫോറത്തിനോ സർക്കാരിനോ ഒന്നും ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ പോലും രാഹുലിനെതിരെ ശക്തമായ ഒരു വികാരം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിന് ഔദ്യോഗികമായി ഒരു പരാതി ലഭിച്ചൊരു സാഹചര്യത്തിൽ, അതായത് ഒരു അറസ്റ്റിലേക്ക് FIR എടുത്ത് കേസെടുത്തിരിക്കുകയാണ്. ഒരു അറസ്റ്റിലേക്ക് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം നിൽക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഔദ്യോഗിക നേതൃത്വത്തിന് ഈ അതിജീവിത കോൺഗ്രസ് നേതൃത്വത്തിന് ഔദ്യോഗിക രാഹുൽ ഗാന്ധിക്ക് അടക്കം ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ വിഷയത്തിൽ ഈ രീതിയിൽ ഒരു കേരളത്തിലെ ഒരു സംസ്ഥാനത്തെ ഒരു പ്രമുഖ MLAക്കെതിരെ യുവ നേതാവിനെതിരെ രാഹുൽ ഗാന്ധിക്കാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ദേശീയ നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ അതിജീവിതയെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ധൈര്യപൂർവ്വം രംഗത്ത് അതിജീവിത വന്നു. മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി കൊടുത്തപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു അതിജീവിതയ്ക്ക് എതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ എത്ര വ്യാപകമായ സൈബർ ആക്രമണമാണ് ഈ മാസം ഈ നാളുകളിലുടനീളം അതിജീവിത നേരിട്ട് കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ ധൈര്യപൂർവ്വമാണ് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നു. അതിന് പിന്നാലെ അതേ രീതിയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനും ഈ അതിജീവിത പരാതി നൽകിയിരിക്കുന്ന സാഹചര്യം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇനി ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വമായാലും സംസ്ഥാന നേതൃത്വമായാലും പരാതി ഒരിടത്തു പോലും ലഭിച്ചിട്ടില്ല എന്നൊരു അക്ഷരം ആ രീതിയിൽ ഒരു പ്രതിരോധ കവചം തീർക്കാൻ കഴിയുകയില്ല. മാത്രമല്ല രാഹുലിനെ രാഹുലിനെ എതിർക്കുന്ന അല്ലെങ്കിൽ രാഹുലിനെ പുറത്താക്കണമെന്നും MLA സ്ഥാനം പോലും രാജിവെക്കണമെന്നും ആവശ്യം ഉന്നയിക്കുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോഴും നേതൃനിരയിലുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഒരു പരാതി അതിജീവിതയുടെ പരാതി ലഭിക്കുമ്പോൾ അത് രാഹുലിനെതിരെ പ്രയോഗിക്കുക ഔദ്യോഗിക ഫോറങ്ങളിൽ അല്ലെങ്കിൽ യോഗങ്ങളിലും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പിടിവള്ളിയാണ്. കാരണം ഇത്രയും നാൾ പ്രതിരോധിച്ചു കൊണ്ടിരുന്നത് പരാതികൾ ലഭിച്ചില്ല എന്നും ഈ അതിജീവിത രംഗത്തെത്തിയിട്ടില്ല എന്നുമാണ്. ഇതൊക്കെ വെറും ഒരു സൈബർ ഇടങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമാണ് എന്നായിരുന്നു പ്രതിരോധം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ രേഖാമൂലം കോൺഗ്രസ് നേതൃത്വത്തിന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതൃത്വത്തിന് എത്തുമ്പോൾ ഇനി ദേശീയ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുലിനെതിരെ എന്ത് നിലപാട് സ്വീകരിക്കുന്നത് ഏറ്റവും നിർണായകമാണ്. അങ്ങനെയെങ്കിൽ എല്ലാ അർത്ഥത്തിലും രാഹുൽ ഒരു പ്രതിരോധത്തിൽ അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമാണ്. സർക്കാർ നിയമപരമായ സംരക്ഷണം രാഹുലിന് ലഭിക്കാനുള്ള സാധ്യതയില്ല. അതേ രീതിയിൽ തന്നെ പാർട്ടിയിൽ നിന്നുള്ള സംരക്ഷണവും രാഹുലിന് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഇവിടെ അടയുകയാണ്. അതിനുള്ള സാധ്യത എല്ലാ വാതിലുകളും ഇപ്പോൾ രാഹുലിന് നേരെ അടയുകയാണ്. അതിനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം രേഖാമൂലം ആ പെൺകുട്ടി ഔദ്യോഗിക നേതൃത്വത്തിന് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയ സാഹചര്യത്തിൽ. ശരിയാണ് ഫിലിറ്റെ, ഇത്രയും നാള് രാഹുലിനെതിരെ ഒരു പരാതി ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിജീവിത തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ഇപ്പോൾ ഉന്നത കേന്ദ്രങ്ങൾ രാഹുൽ ഗാന്ധിക്കും സണ്ണി ജോസഫിനും വി ഡി സതീശനും ഒക്കെ രേഖാമൂലം പരാതി നൽകുമ്പോൾ ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യം. അതേസമയം രാഹുലിൻ്റെ അടൂരിലെ വീട് ഇപ്പോൾ പൂട്ടിയ നിലയിലാണ്. വീടിന് പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നത് മുതൽ രാഹുൽ എവിടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. കണ്ണനുണ്ട് വിവരങ്ങളുമായി. കണ്ണൻ, കഴിഞ്ഞ ദിവസം ഈ അതിജീവിത പരാതി നൽകിയത് മുതൽ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. രാഹുലിനെ ആർക്കും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പക്ഷെ അതേസമയം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ നീക്കങ്ങൾ രാഹുൽ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരം?
തീർച്ചയായും മായ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഈ അതിജീവിത പരാതി നൽകിയത് മുതൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആ സമയം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം എത്തുമോ എന്ന രീതിയിലൊക്കെ സംശയമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ അടൂരിലെ വീട്ടിലില്ല. പക്ഷേ പകരം ഈ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്ത് രാഹുലിന്റെ വീടിന് വലിയ രീതിയിലുള്ള ഒരു പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇത്തരത്തിൽ ഒരു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ദിവസങ്ങളോളം ഈ വീട്ടിൽ തന്നെയാണ് തുടർന്നിരുന്നത്. ആ സമയത്ത് നിരവധി യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതുപോലെ തന്നെ പോലീസിന്റെ ഒരു സുരക്ഷ ഈ വീടിന് ഏർപ്പെടുത്തിയിരുന്നു. അന്ന് ഈ ഡിവൈഎഫ്ഐയും യുവമോർച്ചയും അടക്കം നിരവധി സംഘടനകളാണ് ഈ പ്രതിഷേധവുമായി വീട്ടിലേക്ക് എത്തിയത്. ആ ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് പോലും ഇറങ്ങാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. പിന്നീട് കുറെ ദിവസം കഴിഞ്ഞ് അദ്ദേഹം തന്നെ വളരെ ആത്മവിശ്വാസത്തോടെ തനിക്കെതിരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന തരത്തിൽ മാധ്യമങ്ങളെ പിന്നീട് കാണുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അതിജീവിത പരാതി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി ജാമ്യാപേക്ഷയ്ക്കുള്ള കാര്യങ്ങളാണ് നീക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ തമിഴ്നാട്ടിലേക്കോ മറ്റോ കടന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുകയാണ്. അത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഏതെങ്കിലും തരത്തിൽ ലഭിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ അദ്ദേഹം വീട്ടിലേക്കോ അല്ലെങ്കിൽ പാലക്കാട്ടേക്കോ എത്തുകയുള്ളൂ. രാഹുലിനെതിരെ നിയമ നടപടികളൊക്കെ ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടെ രാഹുൽ എവിടെ എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. രാഹുലിന്റെ അടൂരിലെ വീട് ഇപ്പോൾ പൂട്ടിയ നിലയിലാണ്. അതേസമയം വീടിന് പോലീസ് കാവൽ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. 40 ദിവസത്തെ യൂറോപ്പ് പര്യടനത്തിന് ശേഷം സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി അമൃതപുരിയിലെത്തി. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ അമ്മയെ സ്വീകരിക്കാൻ സന്യാസി ശ്രേഷ്ഠർ ഉൾപ്പെടെ നിരവധി ഭക്തരാണ് ഒത്തുകൂടിയത്. ഒക്ടോബർ 17-നാണ് അമ്മ 8 രാജ്യങ്ങളിലെ പര്യടനത്തിനായി പുറപ്പെട്ടത്. 2019 ശേഷമുള്ള അമ്മയുടെ ആദ്യ യൂറോപ്യൻ പര്യടനമായിരുന്നു ഇത്. യൂറോപ്പിലുടനീളം 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത 40 ദിവസം നീണ്ടുനിന്ന യാത്രയാണ് അമ്മ നടത്തിയത്. മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ഉൾപ്പെടെയുള്ള സന്യാസി ശ്രേഷ്ഠരും ആശ്രമം അന്തേവാസികളും അമ്മയെ അനുഗമിച്ചിരുന്നു. അമൃതപുരിയിൽ തിരിച്ചെത്തിയ അമ്മയ്ക്ക് ഭക്തിസാന്ദ്രമായ വരവേൽപ്പാണ് ലഭിച്ചത്. ആശ്രമ അന്തേവാസികളും വിദ്യാർത്ഥികളും ഭക്തരും മന്ത്രോച്ചാരണങ്ങളോടെയും ഭജനയോടെയും അമ്മയെ സ്വീകരിച്ചു. ഇനി വിപണി വിലയിരുത്തലാണ്. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഇന്ന് വിപണിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ആ നേട്ടം നിലനിന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വലിയ തോതിലുള്ള ഒരു നിക്ഷേപ താല്പര്യം വിപണിയിൽ പ്രകടമാണ്. ഇന്നലെയും നേട്ടത്തിൽ വ്യാപാരം തുടങ്ങിയെങ്കിൽ കൂടി ആ നേട്ടം നിലനിർത്താനായില്ല. എങ്കിൽ കൂടിയും വ്യാപാരത്തിനിടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് മുൻനിര ഓഹരി സൂചികൾ എത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു നിക്ഷേപ താല്പര്യം വരും ദിവസങ്ങളിലും വിപണിയിൽ കണ്ടേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒട്ടേറെ ഘടകങ്ങൾ വിപണി ഇപ്പോൾ സ്വാധീനിക്കാനുണ്ട്. അതിലൊന്ന് പോയ പാദത്തെ GDP ഡാറ്റയാണ്. ഇന്നത്തെ വ്യാപാര സമയത്തിന് ശേഷം GDP ഡാറ്റ പുറത്തു വരും. അത് മെച്ചപ്പെട്ടതായിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റൊന്ന് അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകന യോഗമാണ്. ഇത്തവണ യോഗത്തിൽ 0.5% നിരക്ക് കുറയ്ക്കൽ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പണപ്പെരുപ്പം ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒപ്പം വളർച്ചാ നിരക്ക് മെച്ചപ്പെടുന്നതും നിരക്ക് കുറയ്ക്കുന്നതിന് സഹായമാകും. എങ്കിൽ കൂടിയും ഏത് തരത്തിൽ വരും കാലത്ത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും പാദങ്ങളിൽ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്കും അടിസ്ഥാന സാമ്പത്തിക ഘടകങ്ങളും ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് റിസർവ് ബാങ്കിൻ്റെ നിരീക്ഷണം. ശരി, വിപണി വിലയിരുത്തുകയായിരുന്നു കെ ദിലീപ്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും.